നമസ്കാരം. ഒരു കാക്ക പറഞ്ഞ കഥ. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളാണിത്. 2024 ജൂലൈ 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ദുർഗന്ധം വമിച്ച് മരവിച്ചു കിടക്കുന്ന ജോയ് എന്ന പാവത്താൻ്റെ ശവശരീരം. പുറംതള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ഞങ്ങൾ ചോദിക്കുന്നു, ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ആരാകും? പഴയ പാട്ട, ഇരുമ്പ്, പ്ലാസ്റ്റിക്, പേപ്പർ കൊടുക്കാനുണ്ടോ? ചേച്ചിയെ, പഴയ പാട്ട, ഇരുമ്പ്, പ്ലാസ്റ്റിക്, പേപ്പർ കൊടുക്കാനുണ്ടോ? എടാ ജോയ്, ഒന്നിങ്ങ് വന്നേടാ. ആ വക്കച്ച, അതെ, ഞാൻ കുറച്ച് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ കരാറെടുത്തിട്ടുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? എൻ്റെ പൊന്നു വക്കച്ച, ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. എനിക്കും എൻ്റെ അമ്മച്ചിക്കും പട്ടിണി ഇല്ലാതെ ജീവിച്ചാ മതി. ജോയ് അങ്ങനെ നമ്മുടെ വകുപ്പിലെ ശുചീകരണ തൊഴിലാളിയായി ജോയിൻ ചെയ്തുട്ടാ. എന്തൊരു ദുർഗന്ധ! ഏതോ ഒരു ഫ്ലാറ്റിൽ നിന്ന് ആഘോഷം കഴിഞ്ഞിട്ട് കച്ചറ കൊണ്ടൊന്ന് തള്ളിയതാന്നാ തോന്നുന്നേ. വക്കച്ച, ആ കൊട്ട നീക്കിക്കേ. ഹൈ, എടാ ജോയേ, നമ്മളെ കൊണ്ട് ഈ പണി കൂട്ടിയാ കൂടൂല. ഹൗ, എന്തൊരു നാറ്റം! ഉമ്മക്ക് ഈ പണി നിർത്തി വെച്ച് പോയാലോ? ഇല്ല വക്കച്ച, ഓരോ തൊഴിലും നമ്മുടെ അന്നാണ്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വീടുകളിലെ മാലിന്യങ്ങൾ വഴിയോരങ്ങളിലോ പുഴകളിലോ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. എന്തൊരപ്പി നീ പേടിക്കണത്? ഈ പോത്തിന്റെ പണ്ടവും കുഴലും ആ ആമേഞ്ചാൻ തോട്ടിൽ കൊണ്ടുപോയി തള്ളു. അതെന്തിനാ, നമ്മുടെ സ്ഥിരം സ്ഥലമല്ലേ? ആ തോടിന്റെ അവസ്ഥ കാണാൻ വയ്യ. എന്തൊരു തള്ളേ എഴുതിയേക്കണത്? എന്തൊരു ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന? ആമേഞ്ചാൻ തോടും നിങ്ങളും CCTV നിരീക്ഷണത്തിലാണ്. എന്തൊരു CCTV? അതും നമ്മുടെ കേരളത്തിലാ? ഈ ഇറച്ചി വേസ്റ്റ് ഇവിടെ തന്നെ കിടക്കട്ടെ, പണ്ടാരം. നിങ്ങൾ വലിച്ചെറിയുന്ന ഓരോ മാംസ വേസ്റ്റും ഞങ്ങളുടെ ജീവിതം കൂടുതൽ ആനന്ദകരമാക്കുന്നു. ഞാൻ അങ്ങനെ പെറ്റുപെരുകി ഈ കേരളം ഞങ്ങളുടേതാക്കി മാറ്റും. സ്വച്ഛ ഭാരത് പോലും സ്വച്ഛ ഭാരത്. വിഷം വമിക്കുന്ന വേസ്റ്റുകൾ നമുക്ക് ചുറ്റും. ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? പാവം ജോയിയുടെ അമ്മ അന്നേ അവനോട് പറഞ്ഞതാ. എടാ മോനെ ജോയേ, നീ ഈ പണിക്ക് പോണ്ടടാ. ഈ ആൾക്കാരുടെ ചപ്പും ചവറും ഒക്കെ വൃത്തിയാക്കിയിട്ട് നിനക്ക് വല്ല കേടും പിടിക്കടാ. ഇല്ല അമ്മച്ചി, നമുക്ക് ജീവിക്കണ്ടേ? വീടൊന്ന് ശരിയാക്കണം, വീട്ടിലേക്കൊരു നല്ല വഴി വേണം. അതിനു വേണ്ടി ഞാൻ എന്ത് പണിയും ചെയ്യും. ഒരു JCB അല്ല, 100 JCB എന്നാലും നമ്മുടെ പണി തീരൂലട്ടാ. എടാ ജോയേ, അങ്ങോട്ട് പോകണ്ടടാ. എടാ ജോയേ, അങ്ങോട്ട് പോകണ്ടട്ടാ. അവിടെ നല്ല ആഴണ്ടടാ, അങ്ങോട്ട് പോണ്ട. ജോയേ, അയ്യോ ജോയേ, ജോയേ, ഓടി വരണേ, ഓടി വരണേ. എടാ ജോയേ, ഇതാ ഈ കയറുമ പിടിക്കേ. ഇതാ ഈ കയറുമ പിടിച്ചോ, ഈ കയറുമ പിടിക്കടാ. എടാ ജോയേ, ഒന്ന് പിടിക്കടാ. നമ്മൾ നിത്യവും കാണാറുള്ളതാണ്. ബൈക്കിലും ആഡംബര കാറുകളിലും മറ്റും രാവെന്നോ പകലെന്നോ ഇല്ലാതെ തോടുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത്. വേസ്റ്റ് വലിച്ചെറിയുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ആ പാവം ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ. ഒരു സമൂഹം വലിച്ചെറിഞ്ഞ മാലിന്യത്തിൽ മുങ്ങിയാണ് ജോയ് മരണത്തിന് കീഴടങ്ങിയത്.
ജോയിയുടെ തണുത്തുറഞ്ഞ മൃതശരീരവുമായി കെട്ടുറപ്പില്ലാത്ത വീട്ടുമുറ്റത്തെത്തിയവരുടെ കണ്ണു നിറഞ്ഞത് ആ വീടിന്റെ അവസ്ഥ കണ്ടായിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിന് വീടൊരുക്കുവാൻ തീരുമാനിച്ചത്. കാക്ക പറഞ്ഞ കഥ നമുക്കൊരു തിരിച്ചറിവാകട്ടെ. നന്ദി.